everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTECിന്റെ ഗ്രൂപ്പ് ഡിയിൽ സെമസ്റ്റർ 1 മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ്. മാത്തമാറ്റിക്സ് ഫോർ ലൈഫ് സയൻസ് 1. ഓക്കെ, ഇതാണ് സബ്ജക്ട് നെയിം. അപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് ബയോടെക്നോളജിയും ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗും ആണ്. സോ ലെറ്റ് us start. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ ആൾജിബ്രയാണ്. അപ്പോൾ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് ആക്ച്വലി മെട്രിസസ് ഡിറ്റർമിനൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. സോ അതിൻ്റെ സബ് ടോപ്പിക്സ് നോക്കാം. മോഡ്യൂൾ 1 സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഗോസ് എലിമിനേഷൻ, റാങ്ക് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെട്രിക്സിൻ്റെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല സൊല്യൂഷൻ ഓഫ് സിസ്റ്റംസ് സോൾവ് ചെയ്യാനുള്ള മെത്തഡ് ഗോസ് എലിമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റോ എക്കലോൺ ഫോം, സൊല്യൂഷൻസ് ഓഫ് ലീനിയർ സിസ്റ്റംസ്, എക്സിസ്റ്റൻസ് യുണീക്നെസ്, ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റംസ്, അതിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള തിയറം, ഹോമോജീനസ് ആൻഡ് നോൺ ഹോമോജീനസ്. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻസ് രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഹോമോജീനസ് ഇക്വേഷൻസും നോൺ ഹോമോജീനസ് ഇക്വേഷൻസും. അതും തിയറം പഠിക്കുന്നത് വിത്തൗട്ട് പ്രൂഫാണ് കേട്ടോ, പ്രൂഫിൻ്റെ ആവശ്യമില്ല. ദ മെട്രിക്സ് ഐഗൺ വാല്യൂ പ്രോബ്ലം, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, മെട്രിക്സ് ഐഗൺ വാല്യൂ പ്രോബ്ലം. ദെൻ ഡിറ്റർമിനിങ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും. ഇപ്പോൾ നെക്സ്റ്റ് മോഡ്യൂൾ 2 വരുന്നത് മെയിൻ ആയിട്ട് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസിയേഷൻ ഓഫ് കോമൺ ഫംഗ്ഷൻസ്, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ കവർ ചെയ്യുന്നുണ്ട്. ഡിഫറൻസിയേഷൻ ഓഫ് എ പ്രോഡക്റ്റ്, ഡിഫറൻസിയേഷൻ ഓഫ് എ കോഷ്യന്റ്. അപ്പോൾ പ്രോഡക്റ്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഷ്യന്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യുക. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ, അതായത് ചെയിൻ റൂൾ എന്നാണ് പറയുക, അപ്പോൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു പാരാമെട്രിക് ഇക്വേഷൻസ്, ഡിഫറൻസിയേഷൻ ഇൻ പാരാമീറ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കോൺസെപ്റ്റും ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ടോട്ടൽ ഡിഫറൻഷ്യൽ റിലേറ്റഡ് ആണ്. ടോട്ടൽ ഡിഫറൻഷ്യൽ എഗെയിൻ നമ്മൾ ചെയിൻ റൂൾ പറഞ്ഞ പോലെ എഗെയിൻ സെപ്പറേറ്റ് വേറൊരു ടോപ്പിക്, ടോട്ടൽ ഡിഫറൻഷ്യൽ. ദെൻ റേറ്റ്സ് ഓഫ് ചേഞ്ച്. ഇതാണ് മെയിനായിട്ട് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ വരുന്നത്. ഇനി മോഡ്യൂൾ 3 കവർ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ്, അതായത് ഇന്റഗ്രേഷൻ ബേസ് ചെയ്തിട്ടാണ്. കാൽക്കുലസ് അല്ല, ഇന്റഗ്രേഷൻ ബേസ് ചെയ്തിട്ടാണ്. ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ, ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം ax⁻n. അപ്പോൾ a*x⁻n ഫോമിൽ വരുന്ന ഫംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, അതിൻ്റെ ഇന്റഗ്രൽസിൻ്റെ ജനറൽ സൊല്യൂഷൻ ആ ടോപ്പിക് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് വരുന്നുണ്ട്, അതിൽ റിലേറ്റഡ് ആയിട്ട് പോളിനോമിയൽസിൻ്റെ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ. ദെൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ സ്പെസിഫിക് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ലിമിറ്റ്സിൽ നമുക്ക് ഇതുപോലെ ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാനുള്ളത്. ദെൻ ഡബിൾ ഇൻ്റഗ്രൽസ് എന്നുള്ള ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്, ഡബിൾ ഇൻ്റഗ്രൽസ്. സിംഗിൾ ഇൻ്റഗ്രൽസ് ആയിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക, ഇനി ട്വൈസ് നമ്മൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ കാണുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മോഡ്യൂളിൽ വരുന്നതാണ് മെയിൻ ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഫാമിലി ഓഫ് കർവ്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് ഓഫ് ദ ഫോം dy/dx = f of x. ഓക്കെ, അപ്പോൾ dy/dx = f of x എന്ന് പറയുന്ന ഫോം, സ്റ്റാൻഡേർഡ് ഫോമിൽ വരുന്ന ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസും, ദ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ദ ഫോം dy/dx = f of y. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും RHS ആയിട്ട് വരുന്നത് dy/dx = അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് dy/dx = f of x into f of y, ഇത് രണ്ടും കൂടി കമ്പൈൻഡ്, അതായത് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും, ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് വൈയും വരുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദ ഫോം dy/dx + py = q. ഓക്കെ, dy/dx + py = q, ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസും അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ദെൻ പ്രോബ്ലംസ് ഓൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് 4th യൂണിറ്റിൽ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ബേസ് ചെയ്തിട്ട് കവർ ചെയ്യുന്നത്. സോ നമ്മുടെ ഈ കോഴ്സ് ഇതുപോലെ നമ്മുടെ ലേണിനോ എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൽ എന്തായാലും ഡെമോ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൽ വരുന്നത് മെയിനായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ക്ലാസ്സസിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള നോട്ട്സ് PDF ഫോമിൽ അവൈലബിൾ ആയിരിക്കും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വിൽ ബി പ്രൊവൈഡഡ് ബേസ്ഡ് ഓൺ റിക്വയർമെൻറ്റ്. അത് നിങ്ങൾക്ക് ഇതേപോലെ ഈവൻ ത്രൂ ഇപ്പോൾ വാട്സാപ്പ് മോഡിലാണെങ്കിൽ, ഇപ്പോൾ ഓഫ്ലൈൻ മോഡിൽ ത്രൂ വാട്സാപ്പ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലിയറിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലേണിനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ ഡെമോ ക്ലാസ് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുക, ജോയിൻ ചെയ്യുക. For further details, please contact the number given. Thank you.